ഹായ് മുത്തുമണീസ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാണുമ്പോൾ നമുക്കൊരു പഴംപൊരിൻ്റെ ലുക്കൊക്കെ ആണെങ്കിലും സംഭവം നല്ല അടിപൊളി കിഡുമാണ് കേട്ടോ. പഴംപൊരി ഒന്നല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഇതേപോലെ കുറച്ച് കുത്തിയരിഞ്ഞ ഒരു ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആ പച്ചമണം മാറി കിട്ടി കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നന്നായി മിക്സ് ആയിക്കോട്ടെ. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിച്ചത്, പിന്നെ കുറച്ച് ജീരകം പൊടിച്ചതും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലൊന്ന് പിടിക്കുന്ന തരത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അത് ഒട്ടുമിക്ക എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലേൻ്റെ പൊടിയും കൂടെ കുറച്ചൊന്ന് ലേശം മതി കേട്ടോ. അപ്പോൾ ഇത് ആവശ്യാനുസരണം ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ. പിന്നെ ഞാനിതാ 2 ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തതുണ്ട്, അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളൻകിഴങ്ങ് 2 അല്ലെങ്കിൽ ഒരു കുഞ്ഞിതും മതി കേട്ടോ. കാരണം അത് ഓവറായി പോയി കഴിഞ്ഞാൽ അത്രയും ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ കുറച്ച് മതി. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് സോയാ സോസാണ്. അപ്പോൾ ഒരു മൂടിയിൽ കുറച്ച് മതി കേട്ടോ, ലേശം മതി. പിന്നെ ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇട്ടു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു വിഭവത്തിന്. ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മറ്റേ പൊടികളൊക്കെ ചേർത്ത് ഒന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ആയാലും മതി കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്, ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ 2 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കുഞ്ഞതായിട്ടൊന്ന് അരിയാട്ടോ. ഇതിലും കുഞ്ഞതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുഞ്ഞതാക്കിയിട്ടൊന്ന് അരിയാട്ടോ. ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടൊന്ന് കുഞ്ഞതാക്കി അരിഞ്ഞിട്ടൊന്ന് ആ ഒരു മിക്സിയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ഇത്രയും ഏകദേശം ഒന്നും ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ബ്രെഡ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാട്ടോ, വീഡിയോ വിട്ടുപോയതാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പത്തിരിക്കല്ലിനെ വെച്ചിട്ട് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടും കേട്ടോ. നല്ല തിന്നായിട്ട് അത് കിട്ടും. ബ്രെഡ് ഇത് വരുമ്പോൾ കുറച്ച് കട്ടിണ്ടാവുമല്ലോ, അതൊന്ന് നന്നായിട്ട് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്തിരിൻ്റെ ഒക്കെ ഒരു അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു കുറച്ചൊരു കട്ടി കുറഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഈ ഒരു മിക്സി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് നന്നായിട്ട് കഴിയുമ്പോൾ ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെയും ഈ മിക്സിൻ്റെയും കട്ടി ഒരേപോലെ ആവണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെയും പിന്നെ ആ ഒരു സോസിൻ്റെയും ഒക്കെ മിക്സ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കിതാ രണ്ടും ഒരേപോലെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക. അപ്പോൾ ഇതാ ഇനി അത് 3 കഷ്ണമായിട്ട് ഒന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമുക്ക് 2 3 ബ്രെഡ് കൊണ്ട് തന്നെ ഒരുപാട് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കേട്ടോ. നമുക്ക് 2 3 ബ്രെഡ് മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കലും കഴിയും, ഒരുപാട് കടി ആവുകയും ചെയ്യും കേട്ടോ. നമുക്ക് നോമ്പിനായാലും അല്ലാന്നുണ്ടെങ്കിലൊക്കെ സ്നാക്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ഒരു കട്ടി തിക്നെസ് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ 2 ഒരേപോലെ തിക്കാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് മൈദപ്പൊടിയിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മിക്സിതം. അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. നമുക്കതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം, മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു മുട്ടയും കൊണ്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ആ മിക്സിതം ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് മുട്ടയിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ബ്രെഡും ആ ഒരു മിക്സും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 3 ബ്രെഡിൽ നിന്ന് ഒരുപാട് സ്നാക്ക് കിട്ടുകയും ചെയ്യും, അടിപൊളിയാണ് അതിനും. അപ്പോൾ ഞാൻ ഇതാ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സംഭവം നല്ല കിടുവല്ലേ, നല്ലൊരു ടേസ്റ്റാണ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ പഴംപൊരി എന്നേ തോന്നുള്ളൂ, പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.